മിത്ര ഒരു സൈക്കോളജിസ്റ്റും മാരേജ് കൌൺസിലറുമാണ്. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതികളെ കൌൺസിൽ ചെയ്ത് അവരുടെ ബന്ധം ശരിയാക്കാൻ മിത്ര സഹായിക്കാറുണ്ട്. പലരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മിത്ര അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ സ്വന്തം വിവാഹത്തിലും പ്രയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവ് മനോഹറുമായി മിത്രയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ സന്തോഷകരമായ ജീവിതമാണുള്ളത്. അവൾ ഒരിക്കലും ദേഷ്യപ്പെടുന്നില്ല, വഴക്കിടുന്നില്ല. എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പരിഹരിക്കുന്നതാണ് അവരുടെ ബന്ധത്തിന്റെ രഹസ്യമെന്ന് മിത്ര വിശ്വസിക്കുന്നു. ഇത് രംഗേഷും ഭാര്യ പവിത്രയും. പ്രസവത്തിന് ശേഷം പവിത്രയുടെ ശരീരഭാരം കൂടിയത് രംഗേഷിന് ഇഷ്ടമായില്ല. അവൾ ഭക്ഷണം കഴിക്കുന്നതും വണ്ണം കുറയ്ക്കാത്തതും പറഞ്ഞ് രംഗേഷ് എപ്പോഴും അവളെ കുറ്റപ്പെടുത്തുന്നു. അതോടെ അവരുടെ ഇടയിൽ അകലം കൂടി. ഒടുവിൽ രംഗേഷ് ഡിവോഴ്സ് വരെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ അർജുന്റെയും ദിവ്യയുടെയും ജീവിതമാണ്. പ്രണയകാലത്ത് സന്തോഷമായിരുന്ന ഇവരുടെ ബന്ധം വിവാഹത്തിനു ശേഷം മാറുന്നു. ദിവ്യ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും അർജുൻ കുറ്റം കണ്ടെത്താൻ ശ്രമിച്ചു. അവൾ തന്നെക്കാൾ കഴിവുള്ളവളാണെന്നും സ്മാർട്ടാണെന്നും അംഗീകരിക്കാൻ കഴിയാത്ത അവന്റെ ഈഗോ കാരണം അവളെ എപ്പോഴും താഴ്ത്തി കാണിക്കുന്നു. അങ്ങനെ ഇരിക്കെ അർജുൻ മിത്രയെ കാണാൻ ചെല്ലുന്നു. ദിവ്യയുടെ പ്രശ്നമല്ല പ്രധാനമെന്നും അവൻ അവൾക്ക് നൽകുന്ന മാനസിക സമ്മർദ്ദമാണ് അവരുടെ ബന്ധം തകർക്കുന്നതെന്നും മിത്ര മനസ്സിലാക്കി. ഭാര്യയെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം അവളെ മനസ്സിലാക്കാനാണ് അർജുൻ പഠിക്കേണ്ടതെന്ന് മിത്ര പറയുന്നു. ഇതിനിടയിൽ മിത്രയുടെ സ്വന്തം ജീവിതത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. മനോഹറിന് തോന്നുന്നത് മിത്ര ഒരു ഭാര്യയെ പോലെയല്ല, ഒരു കൌൺസിലറെ പോലെയാണ് പെരുമാറുന്നതെന്ന്. അവളെല്ലാം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നു. ദേഷ്യം, വഴക്ക്, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ പോലും ഒഴിവാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അവളുടെ യഥാർത്ഥ വികാരങ്ങൾ പോലും പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. അതേസമയം തന്നെ രംഗേഷും പവിത്രയോട് ഡിവോഴ്സ് ആവശ്യപ്പെടുന്നു. പവിത്ര ഈ സമയം മിത്രയെ കാണാൻ ചെല്ലുന്നു. മിത്ര അവളോട് പറയുന്നത് നീ മാറേണ്ടത് നിന്റെ ഭർത്താവിന് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാണെന്നാണ്. അങ്ങനെ സ്വന്തം സന്തോഷത്തിനും ആത്മവിശ്വാസത്തിനുമായി ഫിറ്റാകാൻ ശ്രമിക്കുന്നു പവിത്ര. അതിനുശേഷം പവിത്ര ജിമ്മിൽ ചേരുന്നു. കഠിനമായി പരിശ്രമിച്ച് അവൾ അവളുടെ വണ്ണം കുറയ്ക്കുന്നു. അപ്പോഴാണ് രംഗേഷിന് തന്റെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാകുന്നത്. ജോലിയിലെ സമ്മർദ്ദവും ജീവിതത്തിലെ നിരാശയുമാണ് താൻ ഭാര്യയുടെ മേൽ ഇറക്കിയതെന്നും അവൻ തിരിച്ചറിയുന്നു. അതോടെ അവൻ അവളെ സ്നേഹിക്കാൻ ചെറുതായെല്ലാം തുടങ്ങുന്നു. ഇതിനിടയ്ക്ക് രംഗേഷ് മിത്രയുമായി സംസാരിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവന് ശരിക്കും അവന്റെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാവുകയും അവൻ അവന്റെ തെറ്റ് തിരുത്താൻ തുടങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ പവിത്ര ഒരു ഫിറ്റ്നസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും അവന്റെ സപ്പോർട്ടോടുകൂടി പവിത്ര വിജയിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി അവരുടെ ബന്ധം വീണ്ടും അവിടെ വെച്ച് തന്നെ ശരിയാകുന്നു. അതേസമയം അർജുനും ദിവ്യയും ബന്ധം ശരിയാക്കാൻ മിത്രയുടെ നിർദ്ദേശപ്രകാരം ഒരു ജാർ പരീക്ഷണം തുടങ്ങുന്നു. പരസ്പരം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കും നന്ദി പറയേണ്ട കാര്യങ്ങൾക്കും കുറിപ്പുകൾ എഴുതി ജാറിലിടാനാണ് മിത്ര പറയുന്നത്. പക്ഷേ 2 ആഴ്ച കഴിയുന്നതിന് മുമ്പ് അർജുൻ ജാർ തുറന്നു നോക്കുമ്പോൾ അതിൽ ദിവ്യ ഒന്നും എഴുതിയിട്ടില്ലെന്ന് മനസ്സിലാകുന്നു. ഇത് വീണ്ടും വലിയ പ്രശ്നമായി. വീണ്ടും അവരുടെ ഇടയിൽ വഴക്ക് തുടങ്ങുന്നു. അവസാനം അവർ ഡിവോഴ്സ് വരെ എത്തുന്നു. എന്നാൽ ഡിവോഴ്സിന്റെ അന്ന് മിത്രയുടെ വാക്കുകൾ കേട്ട ശേഷം ദിവ്യ ഡിവോഴ്സ് വേണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ അർജുനും ദിവ്യയും വീണ്ടും ഒന്നിക്കുന്നു. മിത്ര ബന്ധം പെർഫെക്റ്റ് ആക്കാൻ വികാരങ്ങൾ ഒളിപ്പിച്ച് വെച്ച ഒരു ആപ്പ് നോക്കിയാണ് പെരുമാറുന്നതെന്ന് മനോഹർ കണ്ടെത്തുന്നു. തനിക്ക് വേണ്ടത് ഒരു പെർഫെക്റ്റ് ഭാര്യയല്ല, യഥാർത്ഥ വികാരങ്ങളുള്ള ഒരു മനുഷ്യനെയാണെന്ന് അവൻ പറയുന്നു. ഒടുവിൽ മിത്ര ഉള്ളൊതുക്കിയ സങ്കടങ്ങളും ദേഷ്യവും എഴുതിയ കുറിപ്പുകൾ കണ്ട് മനോഹർ അവളുടെ യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കുകയും അവർ വീണ്ടും ഒന്നിക്കുകയും ചെയ്യുന്നു.